ഉയരുക വിമല പതാകേ, ഉയരുക വാനിടമാകെ, കേൾക്കുക വിമല വിഹായ സഹൃദയേ മോഹന ശുഭ്ര പതാകേ. കോടി കോടി സഹജാതരുയർത്തും മോഹന രാഷ്ട്ര പതാകേ, നിന്നഭിമാന സന്ദേശത്ത പൂരിത മാനസ ഞങ്ങൾ. യോഗ്യനാകാൻ ഞാൻ എപ്പോഴും ശ്രമിക്കും. എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും വിനയത്തോടെ പെരുമാറും. എന്റെ രാജ്യത്തിനും നാട്ടുകാർക്കും വേണ്ടി എന്റെ ജീവിതം. ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ചർച്ചകളൊക്കെ രാജ്യത്തിൻ്റെ പലവിധ ഭാഗത്ത് സാമൂഹ്യ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ബുദ്ധിജീവികളൊക്കെ ചർവണം ചെയ്തുകൊണ്ട് ഏകദേശം 4-5 വർഷത്തോളം ചർച്ച ചെയ്തുകൊണ്ടാണ് 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ ഭരണഘടന സർവ്വസ്വീകാര്യമായി അംഗീകരിക്കപ്പെടുകയും അതുവരെ നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ ജനങ്ങളെ ചൂഷണം ചെയ്ത്, തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്ത്, അധികാര താല്പര്യത്തിന് വേണ്ടി എല്ലാ മതവിഭാഗങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിച്ചിരുന്ന യൂണിയൻ ആക്ട് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന നിയമം, ബ്രിട്ടീഷ് ഭരണകൂടം പുലർത്തിക്കൊണ്ടിരുന്ന നിയമത്തെ മാറ്റി ഇന്ത്യയുടെ ഭരണഘടനയെ ഒരു സാർവാംഗീകൃതമായിട്ടുള്ളൊരു ഭരണഘടനയായി മാറ്റുകയും ഇന്ത്യ രാജ്യത്തെ ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഈ രാജ്യം റിപ്പബ്ലിക് ആവുന്നതോടുകൂടി തന്നെ ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ അധികാരങ്ങളും സ്വാതന്ത്ര്യവും സ്വന്തം നിലയിൽ വകവെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അവരുടെ മതപരമായ സ്വത്വവും സംസ്കാരവും ഒക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ എല്ലാ ആശയങ്ങളും പുലർത്തി പോരാൻ കഴിയുന്ന രീതിയിൽ എല്ലാവിധ മനുഷ്യാവകാശങ്ങളും അത് ജാതി മത ലിംഗ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വളരെ സുശക്തമായ ഒരു ഭരണഘടനയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സമിതി രൂപീകരിച്ചിട്ടുള്ളത്.